ശനിയാഴ്ച ഞാൻ എൻ്റെ ലോങ് ഏതാ Good evening, everyone. Welcome to OET Listening Prowess, and this is Devida Beni from Neeta's Academy. So we are back after a week. Today I've come up with part C of OET Listening. Last week we had a session on part B of OET Listening. Appam C part aanu, and some of you have cleared your exams today. I'm really grateful to know all the results out there, and for the people who are still practicing, allengi still not able to clear, it's completely fine. We have time for two. Appam namukku focus cheyyavunnathey ullu. It's just that keep practicing. Okay. അപ്പോൾ ആസ് ഐ മെൻഷൻഡ് ഏർലിയർ ഇന്ന് നമ്മൾ സി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സി പാർട്ടിൽ യു ഡു ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് എവറിതിങ്. നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആണ് പോകുന്നത്. ഈ 6 ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമുക്കറിയാം അല്ലേ. പാർട്ട് സി എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് type of questions. നമുക്ക് പാർട്ട് ബിയിൽ ഗുഡ് ഈവനിങ് ജെമി, ലോലിത, ശീതൾ, യെസ്. അപ്പം നമുക്ക് പാർട്ട് സിയിൽ 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബീനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ, കോസ് ആൻഡ് എഫക്റ്റ്, ഫാക്ട് ആൻഡ് ഔട്ട്കം. ദെൻ വി ഹാവ് ദി ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ. ഇനി സി പാർട്ടിൽ നമുക്കറിയാം ദർ ഇസ് പ്രസൻറ്റേഷൻ ആസ് വെൽ എസ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്, വേറസ് പ്രസൻറ്റേഷൻ ഇസ് എ മോണോലോഗ്. അപ്പോൾ വിച്ച് മീൻസ് യു ഹാവ് ടു ലിസൺ ടു ദറ്റ് കോൺവെർസേഷൻ വെരി ക്ലിയർലി. 5 minutes കോൺവെർസേഷൻ നന്നായി കേൾക്കേണ്ടതാണ്, റൈറ്റ്? ഓക്കെ. സോ അപ്പോൾ നമുക്കറിയാം ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ടുഡേ വിൽ ബി marking the keywords, going through the type of questions, and we'll discuss regarding how we can approach a particular question. So type of question വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. യെസ്, ഗുഡ് ഈവനിങ് ഡോണ, ഗുഡ് ഈവനിങ്, യെസ്. So I'll be displaying the question for you right now, then we'll be starting with the session right away. Okay? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡ് ഫ്ലോ ആണ് കോൺവെർസേഷനിൽ പോവുക. 90 seconds 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഫസ്റ്റ് ടൈം വെൻ യു റീഡ് ദ ക്വസ്റ്റ്യൻ ഫ്രം 31 to 36, നെക്സ്റ്റ് ടൈം വെൻ യു റീഡ് 36 to 31. അപ്പം ആദ്യത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ മാത്രം നോക്കി പോവുക, രണ്ടാമത്തെ പ്രാവശ്യം ഇൻക്ലൂഡ് ദി ഓപ്ഷൻസ് ആൻഡ് എവറിത്തിങ്. ഓക്കെ? യെസ്. I hope you all had a great day, and so yes, നമുക്കറിയാം റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. ആറ്റിറ്റ്യൂഡ് ബേസിക്കലി മീൻസ് ദി ഇമോഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ് ഉള്ള സബ്ജക്റ്റ്, വേറസ് ഒപ്പീനിയൻ ഇസ് ദി പെർസ്പെക്റ്റീവ് ഓഫ് എ ടോപ്പിക് of the speaker, and recommendation is a future advice or anything that we'll be doing. Then we have cause and effect. ഒരു കാരണം ഉണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ എഫക്റ്റ് ഉണ്ടാകും. And we have the problem and solution. There is a problem, there is a proposed solution for the same. And we have the this is fact and outcome, proven information, അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ള കാര്യം. So I think these are the പ്രോപ്പർ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ പറയുന്ന പോലെ ഒരു ഒപ്പീനിയൻ ആണ്, ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് സ്ട്രെസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഇതിനനുസരിച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ? സോ നമുക്ക്
കീവേഡ്സ് മാർക്ക് ചെയ്യേണ്ടതാണ്. കീവേഡ് മാർക്ക് ചെയ്തതിൻ്റെ കൂടെ തന്നെയാണ് വി ഹാവ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് റിഗാർഡിങ് ദ 3 ഓപ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ. 3 ഓപ്ഷൻസിൽ എന്ത് ഡിഫറൻസിയേഷൻ ആണ് കൊണ്ടുവരേണ്ടത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് കണ്ടുപിടിച്ചാൽ ഞാൻ എന്ത് പോയിന്റ്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇഫ് ദാറ്റ്സ് എ റെക്കമെൻഡേഷൻ, ഏതൊക്കെ പെർട്ടിക്കുലർ വേർഡ്സ് ആണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ ഇൻഡിക്കേറ്റ് ചെയ്ത് എനിക്ക് ക്വസ്റ്റ്യനിൽ കേൾക്കാൻ സാധ്യതയുള്ളത്. അതല്ല ഇഫ് ഐ എം ഏബിൾ ടു ഗെറ്റ് എ കോസ് ആൻഡ് എഫക്റ്റ്, അങ്ങനെയാണെങ്കിൽ ഏത് വേർഡ്സ് ആണ് അല്ലെങ്കിൽ എങ്ങനത്തെ ആൻസേഴ്സ് ആണ് ഞാൻ കേൾക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും എല്ലാവരും ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അഗെയിൻ സി പാർട്ടാണ്, ആസ് ഐ ഓൾറെഡി മെൻഷൻ, ഇവിടെ പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്ന് ഇഫ് യു വുഡ് ലൈക്ക് ടു നോ, you have to listen very closely to understand that minute pauses. Then only you will be able to understand regarding the issue. Okay. So yes, good evening everyone. Yes. So I'll be displaying the question shortly. Okay. സോ യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നമുക്ക് പ്രസൻറ്റേഷൻ ആണ് എന്നുള്ളത് ഓൾറെഡി മാർക്ക്ഡ് ആണ്. ആൻഡ് ഡോക്ടർ എലിന കുവാക്സ് ഒപ്തമോളജിസ്റ്റ് ആണ്. റീസെൻറ്റ് പ്രോഗ്രസ് ആൻഡ് ചാലഞ്ചസ് ഇൻ കാറ്ററാക്ട് സർജറി. അപ്പോൾ നമുക്ക് ഒപ്തമോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ യു ഡു ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് എന്തിനെ പറ്റിയാണ് ഞാൻ ഈ കോൺവെർസേഷനിൽ കേൾക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നിർബന്ധമായി വായിക്കുക ടു അണ്ടർസ്റ്റാൻഡ് ഒന്ന് പ്രസൻറ്റേഷൻ ആണോ ഇൻ്റർവ്യൂ ആണോ, പിന്നെ ആരായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ കോൺവെർസേഷൻ ഇസ് ഓൾ അബൌട്ട്. അപ്പോൾ 31, what does Dr. Kovacs suggest about using flax in all the cataract surgery? അപ്പം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ യു ക്യാൻ ടെൽ മീ റിഗാർഡിങ് ദി കീവേഡ്സ് ഇൻ 31 ആൻഡ് ഓൾസോ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഷുഡ് ബി റുട്ടീൻലി അപ്ലൈ ടു എവറി പേഷ്യൻറ്റ്. എല്ലാ പേഷ്യൻറ്റിനും റുട്ടീനായിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ബിയിൽ പറയുന്നത് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഓൺലി ഇൻ സിലക്റ്റഡ് കോംപ്ലെക്സ് കേസസ്. കോംപ്ലെക്സ് കേസസിൽ മാത്രമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സിയിലുള്ളത് ബിക്കമിങ് ഒബ്സലീറ്റ് ഡ്യൂ ടു ന്യൂവർ ടെക്നിക്ക് കാരണം ഒബ്സലീറ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ? ഹായ്, ഗുഡ് ഈവനിങ് അഭിനയ. യെസ് Neha, which is correct. Recommendation. What about others? What do you think? And also please do mention the keywords in the comment section. I'll give you a minute for the same so that you can type out the keywords along with the type of question. I want everybody to do the same. ക്വസ്റ്റ്യനിലുള്ള കീവേഡ് മാത്രം ഞാൻ മാർക്ക് ചെയ്യാം ബിക്കോസ് ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഐ തിങ്ക് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ഫ്ലാക്സ് കാറ്ററാക്ട് സർജറി. സോ ദാറ്റ് വിൽ ബി മൈ കീവേഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ കീവേഡ്സ് എന്തൊക്കെയാണ്? ജെമി, വിച്ച് ഇസ് കറക്റ്റ് റെക്കമെൻഡേഷൻ. സോ ജെമി ആൻഡ് സ്നേഹ ഹാസ് ഗിവൺ മീ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വെരി പ്രോപ്പർലി. വാട്ട് അബൌട്ട് അതേഴ്സ്? വാട്ട് എൽസ്? എന്തൊക്കെയാണ് ഓപ്ഷൻസിൽ നമുക്ക് കീവേഡാക്കി മാർക്ക് ചെയ്യുക? യു നോ ദാറ്റ് വി ഡു ഹാവ് ടു മാർക്ക് അറ്റ്ലീസ്റ്റ് 3 കീവേഡ്സ്. കീവേഡ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല. സിൻസ് യു ലിസണിങ് ടു എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ആണ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്താണ് ലിസൺ ചെയ്യേണ്ടത്, വാട്ട് ആം ഐ എക്സ്പെക്റ്റിംഗ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കണം. നമുക്കൊരു 90 സെക്കൻഡ് കിട്ടുമ്പോൾ, ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ ഫേസ് തുടങ്ങി ഇപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ 1.5 മിനിറ്റ് എന്നുള്ളത് പ്രോബ്ലി നമുക്കൊരു 1.25 മിനിറ്റ് ആക്കാൻ പറ്റും. ആ ഒരു ടൈമിനനുസരിച്ച് നോക്കുക. Jemmy, yes, flax cataract surgery. Lolita, routinely applied. Yes, great. Routinely applied every patient. Okay, option A lai. Option B എന്തൊക്കെയാണ് keywords? Yes, Abhinaya, suggest about using flax surgery is recommendation. Great. Option B നമുക്ക് എന്തൊക്കെ എടുക്കാം? അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി റെക്കമെൻഡേഷൻ എന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്കറിയാം സ്പീക്കർ ആക്ച്വലി ഒരു അഡ്വൈസ് കൊടുക്കുവാണ് അല്ലേ, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുവാണ് റിഗാർഡിങ് ദ ബെസ്റ്റ് അപ്രോച്ച്. അപ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. സോ യു കാണ്ട് ഓൾവേസ് എക്സ്പെക്ട് ദ 31 എപ്പോഴും ഒരു റെക്കമെൻഡേഷൻ ആകില്ല എന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ്ലി നമ്മൾ റെക്കമെൻഡേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാറുള്ളത് by the end of the questions 35 36 ഒക്കെയാണ്. ബട്ട് സർട്ടൻ ടൈംസ് ഇങ്ങനെയും വരാം. ഡോണ യോക്കെ സജസ്റ്റ് ഫ്ലാക്സ് ഓൾ കാറ്ററാക്ട് സർജറി. ഓക്കെ, വാട്ട് അബൌട്ട് ദി ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി?
യെസ്, പെർട്ടിക്കുലർലി യൂസ്ഫുൾ സെലക്റ്റഡ്. ഓക്കെ, പെർട്ടിക്കുലർലി യൂസ്ഫുൾ ലോലിത സെലക്റ്റഡ്. വേണമെങ്കിൽ നമുക്കിവിടെ കോംപ്ലെക്സ് കേസ് എന്നുള്ളത് എടുക്കാം, കാരണം ദാറ്റ് ഇസ് എ വെരി സ്പെസിഫിക്. സെലക്റ്റഡിന് പകരം വേണമെങ്കിൽ യു ക്യാൻ ആഡ് കോംപ്ലെക്സ് എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. യാ, അലൻ ഒളി ഇൻ സെലക്റ്റഡ് കോംപ്ലെക്സ് കേസസ്. യെസ്. നൗ ഓപ്ഷൻ സിയിൽ എന്തൊക്കെ എടുക്കാം? യൂസ്ഫുൾ, സ്നേഹ. ഓക്കെ, യൂസ്ഫുൾ സെലക്ട് കോംപ്ലെക്സ് കേസസ്. ഓക്കെ, what do you mean by obsolete or like obsolete എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? യു നീഡ് ടു നോ ദ എക്സാക്ട് വേർഡ് മീനിങ്. ഓക്കെ, കാരണം ഇതേ മീനിങ് വരുന്ന മറ്റൊരു വാക്കായിരിക്കും നമ്മൾ ഓഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. സോ ഒബ്സൊലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഡു യു തിങ്ക് ഇസ് ഇറ്റ്? ഒബ്സൊലീറ്റ്. സോ ബേസിക്കലി ഒബ്സൊലീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇപ്പം ഔട്ട് ഓഫ് ഡേറ്റ് ആണ്, അല്ലെങ്കിൽ നോ ലോങ്ങർ പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ യൂസ്ഡ് എന്നൊക്കെ പറയുന്നൊരു വാക്കാണ് വരുന്നത്. അപ്പം ബേസിക്കലി ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ പറയുന്ന എന്തിനെ പറ്റിയാണ്? ഫ്ലാക്സിൻ കാറ്ററാക്ട് സർജറി. അപ്പോൾ അത് ഒരു ഔട്ട്ഡേറ്റഡ് ആണ്, പുതിയ ടെക്നിക്കിനെ വെച്ച് ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം ഓക്കെ, ബിക്കമിങ് ന്യൂവർ ടെക്നിക്ക്. ഓക്കെ, സോ വെൻ യു ലേൺ എ ന്യൂ വേർഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ ചെയ്യുമ്പോൾ പുതിയൊരു വാക്ക് കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ സെയിം, വിച്ച് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ഡു ദാറ്റ്. ഓക്കെ, ഒരു വേർഡ് മീനിങ് നമുക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ യുവർ ലിസ്ണിംഗ്, ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ റീഡിങ് ആസ് വെൽ. ഇനി റീഡിങ് ടൈം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ടേക്ക് എ ജേർണൽ, ടൈം സെറ്റ് ചെയ്യുക, വായിച്ചു നോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് യൂഷ്വലി ഡു ടെൽ ദ സെയിം ടു ഓൾ ദ സ്റ്റുഡൻസ്. ഇന്നിപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഒരു 90 സെക്കൻഡ്സ് എടുത്ത് വായിക്കാനുള്ള ടൈം എടുത്തിട്ട് നമുക്കൊരു 1 മിനിറ്റ് 2 മിനിറ്റ്സ് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം അതിൽ കുറയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ കമ്മിങ് ബാക്ക്, ഇവിടെ വാട്ട് യു ക്യാൻ എക്സ്പെക്ട് വൈൽ ലിസ്ണിംഗ്, ലിസൺ ഫോർ വെൻ ദ സ്പീക്കർ ഈസ് ആക്ച്വലി സേയിങ് വാട്ട് ഷുഡ് ഓർ ഷുഡിൻ ബി ഡൺ, അല്ലെങ്കിൽ വേർ ദ ഇൻഡിക്കേറ്റ് എ പ്രെഫറൻസ് ഓർ അഡ്വൈസ്. ഇവിടെ അഡ്വൈസ് എന്ന് പറയാൻ കാരണം we are speaking about the recommendation thing. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ഫ്രേസസ്, അഗൈൻ കമ്മിങ് ബാക്ക് ടു ഫ്രേസസ്, ഷുഡ് പറയാം, ഐ സജസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു, അഡ്വൈസബിൾ, അല്ലെങ്കിൽ ബെസ്റ്റ് ടു, മോർ അപ്രോപ്രിയേറ്റ്, ഐ വുഡ് റെക്കമെൻഡ്, ഇതെല്ലാം അതേ മീനിങ് വരുന്ന മറ്റ് വാക്കുകളാണ്. ഓക്കെ, ആൻഡ് ഇഫ് യു വുഡ് ലൈക്ക് ടു ലിസൺ ടു എ ടോൺ ഓർ പാറ്റേൺ ഓഫ് ദ നോട്ടസ്, യു ക്യാൻ ലിസൺ ഫോർ എ വെരി യൂഷ്വലി കോൺഫിഡൻറ്റ്, വെരി ഡിറക്റ്റീവ് ടോൺ, അല്ലെങ്കിൽ ഒരു ക്ലിയർ സ്റ്റാൻസ് ആയിരിക്കും ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് 31. ലെറ്റ്സ് മൂവ് ടു 32. How does Dr. Kovacs describe her view of artificial intelligence system in surgery? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടല്ലോ, എന്താണ് ഡോക്ടർ കൊവാക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം, സർജറിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിൻ്റെ അതിനെ പറ്റിയുള്ളൊരു വ്യൂ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് 3 തന്നിട്ടുണ്ട്. ദി ആർ ഹെൽപ്ഫുൾ ബട്ട് ക്യാൻ നോട്ട് ബി റീപ്ലേസ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്. അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ കൂടി ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓഡിയോയിൽ കേൾക്കുമ്പോൾ പറ്റുമെന്നായിരിക്കും. ജസ്റ്റ് ബിക്കോസ് യു സീ ടു ഡിഫറെൻറ്റ് വേർഡ് ഡോണ്ട് ജംപ് ടു ദ സെയിം. ഓക്കെ, എപ്പോഴും രണ്ടെണ്ണം നമുക്കറിയാം ഡിസ്ട്രാക്ടർ ആയിരിക്കും. വൺ വിൽ ബി വെരി സിമിലർ ടു വാട്ട് യു ആർ ലിസ്ണിംഗ്, അതർ വൺ ക്യാൻ ബി നോട്ട് മെൻഷൻ ഇൻ ദാറ്റ് എൻറ്റയർ ഓഡിയോ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിസ്ട്രാക്ടർ. അതുകൊണ്ടാണ് ഓപ്ഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യരുതെന്ന് എവറി സിംഗിൾ ടൈം ഐ എം റിപ്പീറ്റിംഗ്. ഇനി കമ്മിങ് ബാക്ക് ടു ഓപ്ഷൻ ബി, ദേ ആർ അൺറിലയബിൾ ആൻഡ് ഓഫൺ ലെറ്റ് ടു എറേഴ്സ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് അല്ല, അല്ലെങ്കിൽ എറേഴ്സിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സിയിൽ എന്താണ് പറയുന്നത്? ദ സുപ്പീരിയർ ടു ഹ്യൂമൻ ഡെസിഷൻ മേക്കിംഗ്, ഹ്യൂമൻ ഡെസിഷൻ മേക്കിങ്ങിനേക്കാളും സുപ്പീരിയർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 32യുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ വാട്ട് ക്യാൻ യു എക്സ്പെക്ട് ആസ് ദി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓവർ ഹിയർ? പറഞ്ഞോളൂ, വാട്ട് ഡു യു തിങ്ക്? നോ ജെമി, ദറ്റ് ഈസ് നോട്ട് കോസ് ആൻഡ് എഫക്റ്റ്. കോസ് ആൻഡ് എഫക്റ്റ് ആണോ? ഒരു കോസ് ആൻഡ് എഫക്റ്റിനെ പറ്റിയാണോ പറയുന്നത്? വാട്ട് ഈസ് എ കോസ് ഇൻ ഹിയർ? അലൻ, ദറ്റ് ഈസ് നോട്ട് ഒപ്പീനിയൻ. സ്നേഹ, വിച്ച് ഇസ് കറക്റ്റ്? ആറ്റിറ്റ്യൂഡാണ്. ഒപ്പീനിയൻ നിങ്ങൾ ഹെർ വ്യൂ മാത്രം കണ്ടതുകൊണ്ടാണോ ഒപ്പീനിയൻ എന്ന് എനിക്ക് തോന്നുന്നത്? യാ, ജമി ഓൾസോ ഹാവ് സ്റ്റേറ്റഡ് ദ ഒപ്പീനിയൻ. നോ, ദിസ് ഇസ് ആറ്റിറ്റ്യൂഡ്. വൈ ആറ്റിറ്റ്യൂഡ്? ശീതൾ കറക്റ്റ്. ലോലിത അഗെയിൻ ഒപ്പീനിയൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോ, ദാറ്റ്സ് നോട്ട് ഒപ്പീനിയൻ. യെസ് അന്ന, ദാറ്റ് ഇസ് കറക്റ്റ്. ആറ്റിറ്റ്യൂഡ്.
സോ ആറ്റിറ്റ്യൂഡാണ്. വൈ ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ദ സ്പീക്കർ ഫീൽസ് ഓർ ദെയർ സ്റ്റാൻസ് ടുവേർഡ്സ് സംതിങ്. ഫീൽസിനേക്കാൾ ഉപരി ഞാൻ ഉദ്ദേശിച്ചൊരു സ്റ്റാൻസ്. അഗെയിൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമിനെ പറ്റി, ഒരു ടെക്നോളജീനെ പറ്റിയാണ് യൂഷ്വലി പറയുന്നതെങ്കിൽ പൊതുവേ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി an attitude. Okay, അപ്പം that's an attitude. So you can expect a tone which carries meaning. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനൊക്കെ എപ്പോഴും വേർഡ്സിൽ കൂടി മാത്രമല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ത്രൂ ദ ടോൺ. അപ്പോൾ ഇവിടെ ടോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാരീസ് മീനിങ്. ചിലപ്പോൾ ദിൽ ബി എക്സ്പ്രസിങ് ഇറ്റ് വിത്ത് ലൈക്ക് എ വാം. ചിലപ്പോൾ അത് ഡൗട്ട്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഐറോണിക് ആയെന്നുള്ള രീതിയിലായിരിക്കും, ചിലപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. Okay, so now tell me regarding the keywords. Yes, Abhinaya, describe, view, then artificial intelligence. Yes, but that's not opinion. Yes, Donna, that is correct. Attitude, Anna. Jamie, okay, artificial intelligence. Now what is the keyword for the options? You can take the keywords here. എന്തൊക്കെയാണ് എടുക്കുന്നത്? ഡിസ്ക്രൈബ്, വ്യൂ, ആർട്ടിഫിഷ്യൽ. ഓക്കെ അന്ന, ഐ തിങ്ക് നമുക്ക് എടുക്കാം ഹെൽപ്ഫുൾ ആണെന്നുള്ളത് എടുക്കാം. യെസ് ശീതൾ, വെരി ഗുഡ്. കനോട്ട് റീപ്ലേസ്. നമുക്ക് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റും എടുക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യെസ് ലോലിത, ഹെൽപ്ഫുൾ കനോട്ട് റീപ്ലേസ്, അതും അങ്ങനെയാണെങ്കിലും എടുക്കാം. പക്ഷേ എന്തിനാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റിന് വേണ്ടി ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓപ്ഷൻ ബിയിലാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? അൺറിലയബിൾ ആണ്, എറേഴ്സ് എന്നുള്ളതും നമുക്ക് എടുക്കാം. റൈറ്റ്. ഇനി സിയിൽ വരുമ്പോൾ വോട്ട് ഡു യു തിങ്ക് ഇസ് ഗോയിങ് ടു ബി ടേക്കിംഗ് ഹിയർ? യെസ്, സുപ്പീരിയർ ഹ്യൂമൻ ഡെസിഷൻ മേക്കിംഗ് അല്ലേ? അപ്പോൾ ഇവിടെ വെൻ യു ലിസൺ ഫോർ ആൻ ഇമോഷൻ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ടോൺ, പേഴ്സണൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഷോയിങ് അപ്രൂവൽ, ചിലപ്പോൾ കോഷൻ കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തൂസിയാസം ആയിരിക്കാം, അല്ലെങ്കിൽ സ്കെപ്റ്റിസിസം ആയിരിക്കാം കാണിക്കുന്നത്. അപ്പോൾ എഗെയിൻ യു മൈറ്റ് ബി ഏബിൾ ടു ലിസൺ ടു സർട്ടൈൻ ഫ്രേസസ് ലൈക്ക് ഐ ആം ഇംപ്രസ്ഡ് എന്നുള്ള രീതിയിൽ പറയാം. ചിലപ്പോൾ ഐ എം കൺസേൺഡ്, അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഇൻട്രസ്റ്റിംഗ്ലി, ഐ എം ഒപ്റ്റിമിസ്റ്റിക്, ഐ ഡൗട്ട്. ഇതെല്ലാം തന്നെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വേർഡ്സാണ്. ഓക്കെ. Unreliable, Jemmy is cannot replace clinical judgment. Okay, great. Unreliable, error, superior human decision making. Okay, that is about 32. Let's move forward with the 33. What conclusion have comparative studies drawn about flax and phacoemulsification? അപ്പോൾ എന്ത് കൺക്ലൂഷൻ ആണ് കമ്പാരറ്റീവ് സ്റ്റഡീസ് ഡ്രോ ചെയ്തിരിക്കുന്നത് അബൌട്ട് ഫ്ലാക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്കോഎമൽസിഫിക്കേഷനെ പറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേഗം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നോളൂ. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത് നോക്കാം. ഫ്ലാക്സ് റിസൾട്ട് ഇൻ ഫാർ ബെറ്റർ ലോങ് ടേം വിഷ്വൽ ഔട്ട്കംസ്. ലോങ് ടേം ആയിട്ടുള്ള വിഷ്വൽ ഔട്ട്കംസിന് ഒരു ഫാർ ബെറ്റർ റിസൾട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയും. വേറെ ഓപ്ഷൻ ബി പറയുന്നു ബോത്ത് മെത്തേഡ്സ് അച്ചീവ് സിമിലർ ലോങ് ടേം റിസൾട്ട്. രണ്ടിനും സിമിലർ ലോങ് ടേം ഇതാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ദ ഓപ്ഷൻ സി ഫാക്കോഎമൽസിഫിക്കേഷൻ കോസസ് മോർ കോംപ്ലിക്കേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? യെസ്, വെരി ഗുഡ്. ഫാക്ട് ആൻഡ് ഔട്ട്കം ആണ് അല്ലേ? കമ്പാരറ്റീവ് സ്റ്റഡീസിൽ നിന്ന് എന്താണ് ഡ്രോ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഒബ്വിയസ്ലി ഫാക്റ്റാണ് അവരങ്ങനെ ഒരു സ്റ്റഡി നടത്തി എന്നുള്ളത്. ഔട്ട്കം ആണ് നമ്മൾ ആക്ച്വലി കേട്ട് മനസ്സിലാക്കേണ്ടത്. ഐ തിങ്ക് എവറിബഡി ഹസ് സ്റ്റേറ്റഡ് ദറ്റ് കറക്റ്റ്. ജെമി, അന്ന, സ്നേഹ, ലിൻ, ലോലിത, ശീതൾ, ദറ്റ് ഇസ് കറക്റ്റ്. വെരി ഗുഡ്. യെസ്. അപ്പം കീവേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫാക്റ്റ് ആൻഡ് ഔട്ട്കം ആണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു റിഫ്ലക്റ്റീവ് ടോൺ, ചിലപ്പോൾ നമുക്കൊരു കമ്പാരിസൺ കാണിക്കാം. അവർ പ്രൂവൺ ഇൻഫർമേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവാലുവേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കേൾക്കാം. ചിലപ്പോൾ ഒരു കോൺട്രാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും അവർ കാണിക്കും. ഇപ്പോൾ സംസേ ഈ പറയുന്ന ഫാക്കോഎമൽസിഫിക്കേഷൻ ഇതാണ്, ഈ പറയുന്ന ഫ്ലാക്സിനും ഫാക്കോഎമൽസിഫിക്കേഷനും പറ്റിയുള്ളൊരു കമ്പാരറ്റീവിൽ ഒരെണ്ണമാണ് കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള രീതിയിൽ ചില സെൻറ്റൻസ് കേൾക്കാം. അപ്പം ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ദ ഫാക്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എടുക്കുക? കൺക്ലൂഷൻ, കമ്പാരറ്റീവ് സ്റ്റഡീസ്, ഫ്ലാക്സ് ആൻഡ് എമൽസിഫിക്കേഷൻ, ഫാക്കോഎമൽസിഫിക്കേഷൻ അല്ലേ? ഓപ്ഷൻ എയിൽ ഐ തിങ്ക് ഫ്ലാക്സ്, ബെറ്റർ ലോങ് ടേം ഔട്ട്കംസ്, ദെൻ ബോത്ത് മെത്തേഡ്സ് സിമിലർ റിസൾട്ട്, കോംപ്ലിക്കേഷൻസ്.
ഡോണ കറക്റ്റ് ആണ്. Okay, Abhinaya, she has given me everyone. Correct. Conclusion drawn, flags result for better outcome. Okay. Similar results causes more complications. Okay, great. Okay, conclusion, flags, FACO, emulsification. Yes. What about the other options? വേറെ എന്തൊക്കെയാണ് നമുക്കിവിടെ വേർഡ്സ് എടുക്കാൻ പറ്റുന്നത് ഫോർ ഓപ്ഷൻ ബി ആൻഡ് സി ആസ് വെൽ? Okay, then yes, so that is correct. Now let's take it to 34. നമുക്ക് 34 ക്വസ്റ്റ്യനിലേക്ക് പോവാം. We do have an idea regarding എന്തൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ. What broader effect does Dr. Kovacs say has resulted from rapid technological growth? അപ്പം എന്ത് ബ്രോഡർ എഫക്റ്റ് ആണ് ഡോക്ടർ കൊവാക്സ് പറയുന്നത് എന്തിനെ പറ്റി? റാപ്പിഡ് ടെക്നോളജിക്കൽ ഗ്രോത്തിനെ പറ്റി. ഓപ്ഷൻ എ പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ബിറ്റ്വീൻ സർജൻസ് തമ്മിലുള്ള ഇൻ്റർനാഷണൽ കോപ്പറേഷൻ റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. Whereas ഓപ്ഷൻ ബി പറയുന്നു വൈഡനിങ് ഇൻഇക്വാലിറ്റി ഇൻ ആക്സസ് ടു അഡ്വാൻസ് കെയർ. ഈ പറയുന്ന ഇൻഇക്വാലിറ്റിയുടെ കാര്യം പറയുന്നുണ്ട് അഡ്വാൻസ് കെയറിന് ആക്സസ് ചെയ്യുമ്പോൾ. സിയിൽ പറയുന്നു ഡിക്ലൈൻ ഇൻ സർജിക്കൽ ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ്. അതെന്താണെന്നുള്ളത് നോക്കാം. യെസ് ഡോണ കറക്റ്റ് ആണ്. കോസ് ആൻഡ് എഫക്റ്റ്. വാട്ട് അബൌട്ട് അതേഴ്സ്? കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ആൻഡ് വാട്ട് ഡു യു തിങ്ക്? ബാക്കിയുള്ള എല്ലാവരും എന്താണ് നോക്കുന്നത്? സോ ഇവിടെ നമുക്ക് കീവേഡ്സ് എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ ബേസിക്കലി കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അറിയാം എക്സ്പ്ലെയിൻസ് എ റീസൺ ആൻഡ് എ റിസൾട്ട്. അലീൻ കറക്റ്റ്. ഓക്കെ, ബ്രോഡർ എഫക്റ്റ് റിസൾട്ടഡ് ഫ്രം. Then so you have to focus on research findings. അതുപോലെ തന്നെ കമ്പാരിസൺസ് വരാം, സ്റ്റാറ്റിസ്റ്റിക്സ് വരാം, മെഷറബിൾ റിസൾട്ട്സ് വരാം. അപ്പോൾ എന്ത് എവിഡൻസ് ആണ് അല്ലെങ്കിൽ റിയൽ വേൾഡ് ഡാറ്റയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ യു മൈ ബി ഏബിൾ ടു സീ സർട്ടൻ ലൈൻസ് ലൈക്ക് റിസർച്ച് ഷോ ദാറ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് എവിഡൻസ് ഓർ ജസ്റ്റ് ദാറ്റ് ഇൻ കമ്പാരിസൺ ടു എന്നൊക്കെ പറഞ്ഞു വരാം. അപ്പം ക്ലിയർ ഫാക്ച്വൽ വേർഡിംഗ് ആയിരിക്കും ടോൺ വരാൻ ചാൻസസ് ഉള്ളത്. സോ ലിസൺ ഫോർ ദ സെയിം. യെസ് ശീതൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ റെഡ്യൂസ് സർജൻസ് എടുക്കാം അല്ലേ. ദെൻ വാട്ട് എൽസ്? ലോലിത കറക്റ്റ്. ഇൻഇക്വാളിറ്റി വൈഡനിങ് അഡ്വാൻസ്ഡ് കെയർ. ദെൻ what else? Yes, broader effect resulted technical. Okay, decline in training standards. Alle. Yes. Yes, Abhinaya, broader effect resulted in reduce between decline training standards, cause and effect. Very good, correct. Okay, now let's take it to 35. What initiative does Dr. Kovacs believe could improve global cataract കെയർ? അപ്പോൾ എന്ത് ഇനീഷ്യേറ്റീവ് ആണ് ഈ പറയുന്ന പോലെ ഗ്ലോബൽ ഇതിൽ കാറ്ററാക്ട് കെയറിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ പറയുന്നു ജോയിൻറ്റ് റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് അഫോർഡബിൾ ടെക്നോളജി മോഡൽസ്. അതായത് ജോയിൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ഷെയറിങ്ങും അതുപോലെ തന്നെ അഫോർഡബിൾ ആണെങ്കിൽ കുറച്ചും കൂടി ഇനീഷ്യേറ്റീവ് ചേഞ്ച് ചെയ്യാം എന്ന് പറയുന്നു. ഓപ്ഷൻ ബി സ്ട്രിക്റ്റർ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ മെഡിക്കൽ എക്വിപ്മെൻറ്റ്. ഓക്കെ, കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുവാണെങ്കിൽ എന്ന് പറയുമ്പോൾ സിയിൽ പറയുന്നത് ലിമിറ്റിംഗ് ഇന്നോവേഷൻസ് ടു ടെറിഷറി സെൻറ്റേഴ്സ്. ഇന്നോവേഷൻ ലിമിറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് വാട്ട് ഇനീഷ്യേറ്റീവ് ഡസ് ഡോക്ടർ കൊവാക്സ് ബിലീവ് കുഡ് ഇംപ്രൂവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? വാട്ട് ഡു യു തിങ്ക്?
What is the type of question here, as well as what can be the keywords for 35? I think we can mark the keyword improve global cataract care. യെസ് യു ആർ റൈറ്റ്, ദാറ്റ് ഇസ് ഒപ്പീനിയൻ. കാരണം ആൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി ആ ഇനീഷ്യേറ്റീവ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാം, കാരണം ഫ്യൂച്ചറിലേക്കുള്ളൊരു കാര്യമാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം റെക്കമെൻഡേഷൻ ഇസ് ഓൾസോ കറക്റ്റ് ഇൻ ദിസ് കേസ്, ആസ് വെൽ ആസ് ദി ഒപ്പീനിയൻ. ഓക്കെ, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹവ് ഗിവൺ ദ കറക്റ്റ് വൺ. യാ, അഭിനയ ഹാസ് ഗിവൺ മി ആസ് എൻ ആറ്റിറ്റ്യൂഡായിട്ടും വേണമെങ്കിൽ എടുക്കാം. അവിടെ എടുക്കാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇംപ്രൂവ് ഗ്ലോബൽ കാറ്ററാക്ട് കെയർ. അപ്പം അഗെയിൻ സംതിങ് ദറ്റ് ഷുഡ് ബി മാനേജ്ഡ്, അതുകൊണ്ടാണ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത്. ആറ്റിറ്റ്യൂഡിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ഐ വുഡ് സേ ഒപ്പീനിയൻ ആൻഡ് റെക്കമെൻഡേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? ജോയിൻറ്റ് റിസോഴ്സ് ഷെയറിംഗ്, അഫോർഡബിൾ ടെക്നോളജി മോഡൽസ്, ദെൻ സ്ട്രിക്റ്റർ റെസ്ട്രിക്ഷൻസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, ലിമിറ്റിംഗ് ടെറിഷറി സെൻറ്റേഴ്സ്, initiative belief could improve care. Okay, so here listen for the logical explanation regarding the same. എന്താണ് ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ളത്, ലീഡ് ടു, ഡ്യൂ ടു എന്നൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് സംതിങ് എൽസ്, ലിസൺ ഫോർ ഓൾ ദ എക്സ്പ്ലനേഷൻ വെർ സംതിങ് ഹാപ്പൻസ് ആൻഡ് വാട്ട് എക്സാക്ട്ലി വി ആർ ട്രൈങ് ടു ഗിവ് ആസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഹിയർ. അപ്പോൾ അത് ചിലപ്പം ഒപ്പീനിയൻ ആണെങ്കിൽ ഐ ബിലീവ് ദാറ്റ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മീ, ഇൻ മൈ വ്യൂ എന്ന് പറഞ്ഞു വരും. ഇപ്പോൾ റെക്കമെൻഡേഷൻ ആണെങ്കിൽ ഐ സജസ്റ്റ്, അല്ലെങ്കിൽ ദേ മൈറ്റ് സേ ഐ റെക്കമെൻഡ് ഇറ്റ് ഇസ് ബെസ്റ്റ് ടു, മോർ അപ്രോപ്രിയേറ്റ് എന്നൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻസ് വരാം അല്ലേ. ഇസ് ദർ എനിത്തിങ് എൽസ് അപ്പാർട്ട് ഫ്രം ദ സെയിം? സോ ഐ തിങ്ക് വി ക്യാൻ ടേക്ക് ഇറ്റ് ടു 36. What overall perspective does Dr. Kovacs express about new development in ophthalmology? എന്ത് ഓവറോൾ പെർസ്പെക്റ്റീവ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ, പ്രോഗ്രസ് ഇസ് വാല്യുബിൾ വെൻ കമ്പൈൻഡ് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ ബി, ടെക്നോളജി ഷുഡ് ടേക്ക് precedence over patient factors. Option C, innovation has reached its peak and should slow down. അപ്പം എന്ത് ഓവറോൾ പെർസ്പെക്റ്റീവ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഒപ്തമോളജി. ആൻഡ് ഓപ്ഷൻ എ പറയുന്നത് പ്രോഗ്രസ് വാല്യുബിൾ ആണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ കമ്പൈൻ ചെയ്യുമ്പോൾ പ്രോഗ്രസ് ഇസ് വാല്യുബിൾ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി, ടെക്നോളജി ഷുഡ് ടേക്ക് പ്രസിഡൻസ് ഓവർ പേഷ്യൻറ്റ് ഫാക്ടേഴ്സിനേക്കാൾ കൂടുതൽ ടെക്നോളജി ആണ് പ്രസിഡൻസ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സിയിൽ പറയുന്നത് ഇന്നോവേഷൻ ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് പീക്ക്, അതുകൊണ്ട് തന്നെ അത് സ്ലോ ഡൗൺ ചെയ്യണം. അപ്പോൾ 3 കാര്യങ്ങളിലാണ് പറയുന്നത്. പ്രോഗ്രസ് വാല്യുബിൾ ആണെന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് ഫാക്ടേഴ്സിനേക്കാൾ കൂടുതൽ ടെക്നോളജിക്കാണ് മുൻതൂക്കം എന്നുള്ളൊരു മീനിങ് വരുന്നു. ഇന്നോവേഷൻ അതിൻ്റെ പീക്കിലെത്തിയിരിക്കുന്നുണ്ട്, സ്ലോ ഡൗൺ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. സോ വാട്ട് ഇസ് ഗോയിങ് ടു ബി യുവർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഹിയർ? Okay, Abhinaya has given me the keywords. Joint, okay, new development in ophthalmology. Lolita, which is correct. Problem and solution. Very good. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റീഡ് ഇറ്റ് വെരി thoroughly, that can be a bit confusing for you. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ്? പ്രോഗ്രസ്, വാല്യുബിൾ, കമ്പൈൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദെൻ ടെക്നോളജി, ഫാക്ടേഴ്സ്, യെസ് ശീതൾ കറക്റ്റ്, ഇന്നോവേഷൻ, റീച്ച്ഡ്, സ്ലോ ഡൗൺ. Yes, I think correct. Most of you have given that as a problem and solution. So identify an issue, Jemmy, correct, and suggest how to address it. Okay, I will listen for the part 1, that is a problem described. അതുപോലെ തന്നെ പാർട്ട് ഓഫ് ദ പ്രൊപ്പോസ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു ഫ്രേസ് എന്ന് പറയുന്നത് ദ ചലഞ്ച് ഇസ്, അല്ലെങ്കിൽ ദ ഡിഫിക്കൽട്ടി ലൈസ് ഇൻ, അതല്ലെങ്കിൽ ടു ഓവർകം ദിസ് വൺ അപ്രോച്ച് കുഡ് ബി എന്ന് പറഞ്ഞു വരാം, അല്ലെങ്കിൽ എ പോസിബിൾ സൊല്യൂഷൻ ദിസ് ക്യാൻ ബി അഡ്രസ്ഡ് ബൈ. സോ സീക്വൻഷ്യൽ ടോണാണ്. ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സജഷൻ എന്നോണം ഒരു പോസിറ്റീവ് നോട്ടും അവർ നമുക്ക് തരും. ഓക്കെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യു ഹാവ് ടു ലിസൺ ടു ദീസ് ആസ്പെക്ട് ടു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഇവിടെ എന്താണ് അവർ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത്. Yes, what are the other keywords? Okay, overall perspective, express. Okay, Abhinaya.
No, that's not attitude in here. കാരണം ഓവറോൾ പെർസ്പെക്റ്റീവ് എന്താണ്, ഇനി ന്യൂ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ദർ ഇസ് എ പ്രോബ്ലം. അതുകൊണ്ടാണല്ലോ പുതിയൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നത്. So, when you listen to, you have to focus on certain things. Like, if you hear any contrast words, however, but, yet, എന്നൊക്കെ പറയുന്ന വേർഡ്സ് ആണ് കേൾക്കുന്നെങ്കിൽ എക്സ്പെക്റ്റ് ആൻ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ശ്രദ്ധിക്കുക. ഇനി ഇഫ് യു ഹിയർ റിസൾട്ട് വേർഡ്സ്, അതായത് സോ, ആസ് എ റിസൾട്ട്, ലീഡ് ടു എന്നൊക്കെ പറയുവാണെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് ആണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇഫ് യു ഹിയർ എനി അഡ്വൈസ് വേർഡ്സ് ലൈക്ക് ഷുഡ്, റെക്കമെൻഡ്, that is going to be a recommendation. When you hear research findings, prepare for the fact and outcome. And if the speaker moves from a problem to an idea to fix it, that's your problem and solution. അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ you will be definitely able to understand എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. So since we have come to the discussion part, I'll be playing the audio for you now, and then we'll be coming back for the discussion. Okay? Part C. In this part of the test, you'll hear 2 different extracts. In each extract, you'll hear health professionals talking about aspects of their work. For questions 31 to 42, choose the answer A, B or C, which fits best according to what you hear. Complete your answers as you listen. Now look at the extract 1. Extract 1, questions 31 to 36. You will hear presentation given by Dr. Elena Kovacs, an ophthalmologist, addressing recent progress and challenges in cataract surgery. You now have time to read the question. Good afternoon, colleagues. It's an honor to share this session with specialists from so many parts of the world. Cataract surgery has evolved from a sight-restoring operation into a highly customized visual optimizing procedure. When I began practicing, standard phacoemulsificon was considered the pinnacle of precision. But with femtosecond laser or assisted cataract surgery, or FLACS, we now achieve incisions and lens fragmentation with extraordinary uniformity. The temptation, of course, is to use it for every patient. Yet, experience has taught me it's most valuable in complex or high-risk eyes, those with weak zonules or shallow chambers. Routine cases, in my view, continue to do excellently with conventional phaco. Another striking development is the application of artificial intelligence in preoperative planning. Sophisticated algorithms integrate corneal topography, anterior segment imaging, and previous outcome data to fine-tune lens power calculations. It's impressive technology, but one must remember, algorithms don't interpret anxiety, tissue elasticity, or surgical nuance. That still requires the human hand and mind. Comparative trials between FLACS and phaco have produced interesting results. While the laser offers superior centration and early visual clarity,
the long-term vision and complication rates remain virtually identical. It confirms what many of us suspected. Technology can refine, but not necessarily transform, the end result. There is, however, an unintended consequence. The faster we advance technologically, the greater the disparity becomes between centers that can afford the equipment and those that cannot. In many lower-income regions, millions remain blind from operable cataracts simply because such technology is out of reach. This is why I advocate for shared access models, collaborations where high-resource institutions provide training and equipment support to partner hospitals. Manufacturers could also consider scaled pricing structures or simplified portable systems. If we truly believe vision is a basic human right, our innovation must travel beyond urban clinics. Finally, a word on extended depth of focus intraocular lenses. They've reduced glare and halos considerably, offering patients smoother intermediate vision. Still, they're unsuitable for those with macular or corneal disease. Every advance comes with its own boundaries. In essence, we're living in a remarkable time for ophthalmology, one where precision meets compassion. The next great breakthrough won't simply be technological, it will be ensuring that technology serves everyone. Thank you. That is the end of Part C. Nidus Academy, India's #1 language academy. Yes, how was it? I hope that was easy for you. I'll be telling you the answers, then we'll start with the discussion. So 31 is B, 32 A, 33, 34 is also B, 35 and 36 is A. Okay? I'll repeat it again. 31B, 32A, 33 and 34B, 35 and 36 is A. So the transcript is already displayed on the screen. Without any further delay, I'm going to start with the discussion part. Okay? So, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes, do let me know in the comment section regarding what is your score. Okay? Yes. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 31 was particularly useful. ബി ആയിരുന്നു യൂസ്ഫുൾ ഇൻ കേസസ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ വന്നത് വാസ് ഓപ്ഷൻ ബി ആയിരുന്നു. യൂസ്ഫുൾ ആണ് കോംപ്ലെക്സ് കേസസിൽ. നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഹാസ് ടോട്ട് മീ ഇറ്റ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ ഇൻ കോംപ്ലെക്സ് കേസസ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് റുട്ടീൻ കേസസിൽ ഇൻ മൈ വ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് റുട്ടീൻലി അപ്ലൈ ടു എവറി പേഷ്യൻറ്റ്. ഓപ്ഷൻ എയിൽ പറയുന്നത് റുട്ടീൻലി അപ്ലൈ ടു എവറി പേഷ്യൻറ്റ്. റോങ്, ബിക്കോസ് ഷീ ഈസ് എക്സ്പ്ലിസിറ്റ്ലി സെയിങ് ദറ്റ് റുട്ടീൻ കേസസ് ഡു ഫൈൻ വിത്ത് ഫാക്കോ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി സിയിൽ പറയുന്നത് ബിക്കമിങ് അബ്സലിറ്റ്, അഗെയിൻ ഫാൾസ് ആണ്. ഷീ ഈസ് പ്രേസിങ് ഇറ്റ്സ് പ്രിസിഷൻ ഫോർ കോംപ്ലെക്സ് കേസസ്. അപ്പം എക്സ്പീരിയൻസിൽ നിന്ന് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാല്യുബിൾ എന്ന് പറയുന്നത് കോംപ്ലെക്സ് കേസസിൽ മാത്രമാണ്, മറ്റതിലൊന്നും അത്ര ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ. Now 32 was regarding the question was എന്തായിരുന്നു അവിടെ പറഞ്ഞത് നമുക്ക് അറിയാം. പേഷ്യൻ്റ് അവിടെ ചോദിക്കുന്നത് is about yes what are they actually expecting here. സ്പീക്കർ സ്റ്റാൻസ് ഓൺ ദി എ ആയിരുന്നു അല്ലേ. വാട്ട് വാസ് ഇറ്റ്? ദർ ഹെൽപ്ഫുൾ ആണ് ബട്ട് കനോട്ട് റീപ്ലേസ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് എന്നായിരുന്നു. ഇംപ്രസീവ് ടെക്നോളജി ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആൽഗരിതം ഡോണ്ട് ഇൻറ്റർപ്രറ്റ് ആങ്സൈറ്റി ടിഷ്യൂ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ദറ്റ് ഇസ് സ്റ്റിൽ റിക്വയറിങ് ഒരു ഹ്യൂമൻ ഹാൻഡ് ആൻഡ് മൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പം ബി പറയുന്നത് അൺറിലയബിൾ ആണ്. ഷീ സേസ് ഇംപ്രസീവ്. അപ്പം അൺറിലയബിൾ എന്നുള്ളത് നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. സോ ക്ലിയർലി നോട്ട്. ഇനി സി പറഞ്ഞത് സുപ്പീരിയർ ടു ഹ്യൂമൻ ഡെസിഷൻ മേക്കിംഗ്. ആക്ച്വലി ഓപ്പോസിറ്റ് ഓഫ് കോഷൻ ആണ്. ആക്ച്വലി എന്താ പറയുന്നത്, ഹ്യൂമൻ ഹാൻഡ് ആൻഡ് മൈൻഡ് സ്റ്റിൽ റിക്വയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സുപ്പീരിയോറിറ്റി അവിടെ വരുന്നില്ല ബേസിക്കലി സ്പീക്കിംഗ് അവിടെ. ഇനി 33 എന്താണ് പറയുന്നത് നോക്കാം. 33 the question was speaking about അവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? Yes, many of you have got good score. Good to know that. Yeah, 33 was what conclusion have comparative studies drawn about flaxant
ഫാക്കോമെൽസിഫിക്കേഷൻ. എന്താണ് കൺക്ലൂഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. ശീതൽ 4 ഓക്കെ. ഓക്കെ, എന്തായിരുന്നു ഇവിടെ കൺക്ലൂഡ് ചെയ്തത് എന്നായിരുന്നു നമ്മൾ കണ്ടത്. ഓക്കെ, എന്താണ് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. The faster we advance technologically, the greater the disparity becomes between centers എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്മുടെ ആൻസർ വാസ് 33 ആൻസർ വാസ് ബി. ബോത്ത് മെത്തേഡ്സ് അച്ചീവ് സിമിലർ ലോങ് ടേം റിസൾട്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ക്ലിയർലി പറഞ്ഞ കാര്യം ഓപ്ഷൻ എ ഫാർ ബെറ്റർ ലോങ് ടേം ഔട്ട്കംസ്, അതായത് റെഡ്യൂസ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ബിറ്റ്വീൻ സർജൻസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കോൺട്രഡിക്റ്റഡ് ആണ്, കാരണം റിമെയിൻ വെർച്വലി ഐഡൻറ്റിക്കൽ എന്ന് പറയുന്നുണ്ട് അവിടെ, അല്ലേ. Comparative trials between flags and produce interesting result. Laser offers superior centration and early visual clarity. Long-term vision and complication rates remain virtually identical എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി ഫാക്കോ causes more complication. നോട്ട് ആക്ച്വലി സ്റ്റേറ്റഡ്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് കൊടുക്കുന്നു എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ എയിൽ 33 പറഞ്ഞ ഫാർ ബെറ്റർ ലോങ് ടേം വിഷ്വൽ ഔട്ട്കം, അതും അങ്ങനെ ഒരു കാര്യം അവിടെ പറയുന്നില്ല. ദാറ്റ് ഇസ് കോൺട്രഡിക്റ്റഡ്, അല്ലേ. ബൈ റിമെയിൻ വെർച്വലി ഐഡൻറ്റിക്കൽ, രണ്ടിനും ഒരേ ഐഡൻറ്റിക്കലി ആണ് കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പം അത് നമുക്കവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇനി 34 വാസ് what broader effect does Dr. Kovacs say has resulted from rapid technological growth? Rapid technological growth in എന്താണ് റിസൾട്ട് ചെയ്തത്? ഓപ്ഷൻ നമ്മുടെ ആൻസർ വാസ് ഓപ്ഷൻ എ, അല്ലേ. റെഡ്യൂസ്ഡ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ബിറ്റ്വീൻ സർജൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു? ദ ഫാസ്റ്റർ വി അഡ്വാൻസ് ടെക്നോളജിക്കലി ദ ഗ്രേറ്റർ ദ ഡിസ്പാരിറ്റി ബിക്കം സെൻറ്റേഴ്സ് ദറ്റ് ക്യാൻ അഫോർഡ് ദ എക്യുപ്മെൻറ്റ് ആൻഡ് ദോസ് കനോട്ട് എന്ന് പറയുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ പറഞ്ഞത്, ഓപ്ഷൻ ബി ആയിരുന്നു നമ്മുടെ ആൻസർ, അല്ലേ. ഓപ്ഷൻ എ പറഞ്ഞത് റെഡ്യൂസ്ഡ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ബിറ്റ്വീൻ സർജൻസ്. അഗെയിൻ റെഡ്യൂസ് കോപ്പറേഷൻ എന്നുള്ളത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, നമുക്കത് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ സി ഡിക്ലൈൻ ഇൻ ട്രെയിനിങ്, അതും ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ദറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അവിടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇസ് വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ വൈഡനിങ് ഇൻഇക്വാളിറ്റി ഇൻ ആക്സസ് ടു അഡ്വാൻസ് കെയർ, അതാണ് പറഞ്ഞത്. ഈ പറയുന്ന ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഡിഫറൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് അവിടെ ക്ലിയർലി പറയാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം. 35 വാട്ട് ഇനീഷ്യേറ്റീവ് ഡസ് ഡോക്ടർ കോവാക്സ് ബിലീവ് കുഡ് ഇംപ്രൂവ് ഗ്ലോബൽ കാറ്ററാക്ട് കെയർ? ആൻഡ് നമ്മുടെ ആൻസർ വാസ് എ. ഏതായിരുന്നു? ജോയിൻറ്റ് റിസർച്ച് ഷെയറിംഗ് ആൻഡ് അഫോർഡബിൾ ടെക്നോളജി. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദിസ് ഇസ് വൈ ഐ അഡ്വക്കേറ്റ് ഫോർ ഷെയർഡ് ആക്സസ് മോഡൽ, കൊളാബറേഷൻസ് വെർ ഹയർ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് എക്യുപ്മെൻറ്റ്. മാനുഫാക്ചേഴ്സ് ഷുഡ് ബി ഓൾസോ കൺസിഡർ സ്കെയിൽ പ്രൈസിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്, സ്ട്രിക്റ്റർ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ മെഡിക്കൽ എക്വിപ്മെൻറ്റ്, അത് ആക്ച്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ലിമിറ്റിംഗ് ഇന്നോവേഷൻസ് അഗെയിൻ കോൺട്രഡിക്റ്റ്. അവിടെ ഒരു ഒപ്റ്റിമിസം ആണ് ആൾ സ്റ്റേറ്റ് ചെയ്യുന്നത്, അല്ലേ. മാനുഫാക്ചേഴ്സ് കുഡ് ഓൾസോ കൺസിഡർ സ്കെയിൽ പ്രൈസിങ് സ്ട്രക്ചർ, സിംപ്ലിഫൈഡ് പോർട്ടബിൾ സിസ്റ്റം എന്നൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുകൂടാതെ പറയുന്നുണ്ട്, ഇഫ് യു ട്രൂലി ബിലീവ് വിഷൻ ഇസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ്, അവർ ഇന്നോവേഷൻ മസ്റ്റ് ട്രാവൽ ബിയോണ്ട് അർബൻ ക്ലിനിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നോവേഷൻ ലിമിറ്റ് ചെയ്യണം എന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ടേക്ക് ബിയോണ്ട് എന്നാണ് അവിടെ ക്ലിയർ കട്ടായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് what overall perspective does Dr. Kovacs express about new developments in ophthalmology എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു അവിടെ പറഞ്ഞത്? ആൻസർ വാസ് ഓപ്ഷൻ എ പ്രോഗ്രസ് ഇൻ വാല്യുബിൾ വെൻ കമ്പൈൻഡ് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു അവിടെ? നെക്സ്റ്റ് ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ won't simply be technological, it will be ensuring that technology serves everyone. അപ്പോൾ ഓപ്ഷൻ ബി പറഞ്ഞത് ടെക്നോളജി ഓവർ പേഷ്യൻറ്റ് ഫാക്ടേഴ്സ്. ദറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ഓപ്പോസിറ്റ്. എല്ലാവരെയും സെർവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി വാസ് ഇന്നോവേഷൻ ഹാസ് റീച്ച് ടു പീക്ക് ആൻഡ് ഷുഡ് സ്ലോ ഡൗൺ. അങ്ങനെ ഇന്നോവേഷൻ ഷുഡ് സ്ലോ ഡൗൺ മെൻഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ നോട്ട് മെൻഷൻ. ഷീ ഈസ് ഒപ്റ്റിമിസ്റ്റിക് പക്ഷേ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യണം എന്നൊരു കാര്യമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം വെൻ യു ലിസൺ ഫോർ ദീസ് തിങ്സ് വാട്ട് യു ഹാവ് ടു ആഡ് ഹിയർ ഇസ്, ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് 31 വെൻ ദേ സ്പോക്ക് അബൌട്ട് ദ ഫ്ലാഗ്സ്, യു ക്യാൻ ലിസൺ ടു സർട്ടൻ വേർഡ്സ് ലൈക്ക് കോംപ്ലെക്സ്, ഹൈ റിസ്ക് ആയി, റുട്ടീൻ കേസസ്, ഡു എക്സലൻ്റ്ലി, ഇതെല്ലാം നമുക്കൊരു ക്യൂ അല്ലെങ്കിൽ ടിപ്പാണ്. ഇനി സ്പീക്കർ സ്റ്റാൻസ് ഓൺ AI, ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ നമ്പർ 32. അവിടെ ദ ഇൻഡിക്കേറ്റഡ് ടോൺ കോൺട്രാസ്റ്റ് വേർഡ്സ് ഉണ്ടായിരുന്നു. സ്റ്റിൽ റിക്വയർസ് ഹ്യൂമൻ ഹാൻഡ് ആൻഡ് മൈൻഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്.
33 വാസ് കമ്പാരറ്റീവ് ട്രയൽ റിസൾട്ടിനെ പറ്റിയായിരുന്നു അല്ലേ. ലോങ് ടേം വിഷൻ പറയുന്നുണ്ട്, റിമെയിൻ വെർച്വലി ഐഡൻറ്റിക്കൽ. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ച്വൽ ഔട്ട്കം ഇൻഡിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. 34 വാസ് അബൌട്ട് എഫക്ട്സ് ഓഫ് റാപ്പിഡ് ടെക്നോളജി. അഗെയിൻ ദ ഫാസ്റ്റർ വി അഡ്വാൻസ് ഡിസ്പാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേർഡ്സ് വെച്ച് അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് 35 വാസ് റിഗാർഡിംഗ് ദ പ്രപ്പോസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്. അവിടെ അവർ പറഞ്ഞ ഫ്രേസസിൽ ഇപ്പം ഇഫ് യു ലിസൺ ടു യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഐ അഡ്വക്കേറ്റ്, കൊളാബറേഷൻ, സ്കെയിൽഡ് പ്രൈസിങ്, സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റനിൽ യു മൈറ്റ് ഹവ് ലിസൺ ടു ദ സമ്മറൈസിങ് മെസ്സേജ് ദാറ്റ് ടെക്നോളജി ഈസ് സെർവിങ് എവ്രി വൺ. അപ്പോൾ യു മൈറ്റ് ഹാവ് ലിസൺ ടു സെർട്ടേൻ വേർഡ്സ്. അപ്പം നമ്മൾ ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ജെമി 5, ഗ്രേറ്റ്. അന്ന 4, സ്നേഹ 3. ഓക്കെ, ഐ തിങ്ക് യു മൈറ്റ് ഹവ് കൺഫ്യൂസ് ബൈ ദ വേർഡ്സ് അല്ലേ. ആക്ച്വലി എല്ലാം ഡയറക്റ്റ് ആൻസേഴ്സ് ആയിരുന്നു. കുറച്ച് മെഡിക്കൽ ജാഗൻസ് കൂടുതലാണ്. ഇഫ് യു ആർ completely going to focus on the medical jargon, that is going to be too difficult for you to find out the answer. So ensure that you are totally on to the finding out the meaning. Okay, so now next week I'll be coming with part A of OET listening. So till then, keep practicing, listen to the podcast, and stay happy, stay blessed, and stay healthy. Thank you and good night.